ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. അത് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല, സദക്ക കൊടുക്കുമ്പോഴും എന്ത് കാര്യം നന്മ എന്ത് ചെയ്യുമ്പോഴും. മനസ്സിലായ? അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അത് സൂറത്തുൽ ഫാത്തിഹ, അത് നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് മാത്രമേ അവിടെ ഉള്ളൂ. റഹ്മാനും റഹീമും, അത് മനസ്സിലായ? ഇതെന്ന് വെച്ചാൽ പ്രവാചകന്റെ സുന്നത്താണ്, അത് അള്ളാഹുവിന്റെ കലാമാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വാക്ക്, പ്രവൃത്തി, മൗന, അനുവാദം, അതാണ് സുന്നത്ത്. അത് റസൂല് എങ്ങനെയാണ് വലത് കൈ കൊണ്ട് കഴിക്കുക, ഇരുന്ന് കഴിക്കുക, ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ, ബിസ്മി കൊണ്ട് തുടങ്ങണമെന്നുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മതത്തിൽ പുതുതായി ഉണ്ടാക്കുക. അത് ശ്രദ്ധിക്കണം. അതിന്റെ വിധി ബിദ്അത്താണ്. ബിദ്അത്ത് നരകത്തിലാണ്. മനസ്സിലായ? അപ്പൊ അവിടെ ഹദീസിൽ ബിസ്മില്ല എന്ന് ഞാൻ ഇട്ടേരാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ല എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ റഹ്മാനും റഹീമും ഇല്ല. ഒരുപാട് പഠിക്കാറുണ്ട് എല്ലാരും. ഇൻഷാ അല്ലാഹ് ഞാൻ ഇട്ടുതരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് ബിദ്അത്താണ്. കാരണം എല്ലാ ബിദ്അത്തും കുല്ലു ബിദ്അത്തും ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ പുതിയതും വഴികേട്, എല്ലാ വഴികേടും നരകത്തിൽ. മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും മതത്തിൽ ചെയ്താൽ, പുതുതായി ചെയ്താൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളണമെന്നാ. മനസ്സിലായ? അതുകൊണ്ട് ബിദ്അത്തല്ല നരകത്തില, വഴികേടാണ് എല്ലാ പുതിയതും മതത്തിൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ഇട്ടുതരാം.